ിരുന്നില്ല എന്ന വിമർശനമാണ് ഇതോടെ ഉയർന്നത്. തുടർന്ന് സംസാരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദങ്ങൾക്കൊന്നും താൻ മറുപടി പറയുന്നില്ലെന്നും ഇത് കുട്ടികളുടെ ഉത്സവമാണെന്നും അതിന്റെ ശോഭ കെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു. ജനങ്ങൾക്ക് എല്ലാം അറിയാം, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജാർഖണ്ഡിൽ സ്ഫോടനം, 3 മരണം. ജാർഖണ്ഡിൽ ഹസാരിബാഗ് ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. ബഡാ ബസാറിലെ ഹബീബി നഗറിലാണ് സംഭവം. പ്രദേശത്തെ ഒഴിഞ്ഞുകിടന്ന സ്ഥലം വൃത്തിയാക്കുന്നതിനിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരു സ്ത്രീയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയുമടക്കം 3 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റയാൾ ഹസാരിബാഗ് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. 9 അമൃത് ഭാരത് എക്സ്പ്രസുകൾ കൂടി. സുപ്രധാന ചുവടുവെപ്പെന്ന് പ്രധാനമന്ത്രി. 9 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി പ്രഖ്യാപിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി, ആസാം, ഹരിയാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് പുതിയ അമൃത് ഭാരത് റൂട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ 7 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 116 ഹിന്ദുക്കൾ. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 7 മാസത്തിനിടെ 116 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. ന്യൂനപക്ഷങ്ങൾക്കായുള്ള മനുഷ്യാവകാശ കോൺഗ്രസ് പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2025 ജൂൺ 6-നും 2026 ജനുവരി 5-നും ഇടയിലാണ് ഈ മരണങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആക്രമണങ്ങൾ പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുന്നവയല്ല, രാജ്യവ്യാപകമായി നടക്കുന്നുമുണ്ട്. 2 വാർത്തകൾ വായിച്ചിട്ട് കെട്ടുന്ന് പിന്മാറാം. കേരളത്തിലെ വിലക്കയറ്റം ആശങ്കാജനകം. രാജ്യമൊട്ടാകെ വിലക്കയറ്റം അഥവാ നാണ്യപ്പെരുപ്പം കുത്തനെ കുറയുമ്പോൾ കേരളത്തിൽ മാത്രം അത് മാസം തോറും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്ക് പ്രകാരം കേരളത്തിലെ വിലക്കയറ്റം ഡിസംബറിൽ 9.49% നവംബറിൽ ഇത് 8.27%. തുടർച്ചയായി 12-ാം മാസമാണ് കേരളത്തിലെ വിലക്കയറ്റം ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിക്കുന്നത്. വിലക്കയറ്റം 4% ഇരിക്കണമെന്നാണ് RBIയുടെ കണക്ക്. 6% വരെ ആകാം. ആ സ്ഥാനത്താണ് 9.49% നിൽക്കുന്നത്. പൊങ്കൽ ആഗോള ഉത്സവമായി പ്രധാനമന്ത്രി. പൊങ്കൽ അടക്കമുള്ള ആഘോഷങ്ങളിലൂടെ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന പൊങ്കൽ ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ് ഭാഷയിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി പൊങ്കൽ ഒരു ആഗോള ഉത്സവമായി മാറിയെന്നും അഭിപ്രായപ്പെട്ടു. രാഹുലുമായി പുലർച്ചെ തെളിവെടുപ്പ്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്താൻ അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം. രാഹുലിനെ കഴിഞ്ഞ ദിവസം തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ചീമുട്ടയെറിയുന്നു. ഇത്തരം പ്രതിഷേധങ്ങൾ സുരക്ഷാ വീഴ്ചയെ കണക്കാക്കിയാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. ഇതേ തുടർന്ന് ഇന്നലെ തെളിവെടുപ്പിനായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ തെളിവെടുപ്പിന് പ്രതി എത്തിച്ചത്. ഹോട്ടൽ തെളിവെടുപ്പ് 15 മിനിറ്റ് നീണ്ടു. ഹോട്ടലിലെ 408 നമ്പർ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. മുറി തിരിച്ചറിഞ്ഞ രാഹുൽ യുവതിക്കൊപ്പം 1 മണിക്കൂർ ചെലവിട്ടെന്നും പറഞ്ഞു. ഒക്കെ സച്ചു. എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം. സച്ചു കേൾക്കുന്നില്ലേ? അടുത്താരാണ്? സി ടി എസ് വായിക്കല്ലേ അടുത്തത്? ആരാണ്? ഷെമീന. മംഗളം ദിനപത്രമായ റെഡിയല്ലേ ഷെമി? പതിവിന് വിപരീതമായി തന്നെ മംഗളം ദിനപത്രവുമായി തന്നെയാണ് ഓൺലൈൻ വാർത്തകളിൽ നിന്ന് ഒരു മാറ്റം. മംഗളം ദിനപത്രവുമായി ഷെമീന നമ്മളുടെ കൂടെ. ഷെമീന, സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. മംഗളം ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ഷമീന. കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പം, MLA-മാർ ഒറ്റക്കെട്ട്, റോഷിയുമായി ഭിന്നതയില്ല. കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പമാണെന്നും ആ നിലപാട് ഉറച്ചതാണെന്നും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. പാർട്ടി തീരുമാനത്തിനൊപ്പം 5 MLA-മാരും ഉറച്ചു നിൽക്കും. എന്നാൽ LDF വിടുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ജോസ് കൂട്ടാക്കിയില്ല.
കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകുമെന്നും കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം അവകാശപ്പെട്ടു. 5 വർഷം മുമ്പെടുത്ത നിലപാടിൽ മാറ്റമില്ല. പാർട്ടിക്ക് ശക്തിയുള്ളത് കൊണ്ടാണ് പലരും ക്ഷണിക്കുന്നത്. LDF മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ താനായിരിക്കുമെന്നും ജോസ് വ്യക്തമാക്കി. മന്ത്രി റോഷി അഗസ്റ്റിനുമായി അഭിപ്രായ വ്യത്യാസമില്ല. റോഷി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താൻ പറഞ്ഞിട്ടാണ്. ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട. ആര് എവിടെ ചർച്ച നടത്തിയ